എനിക്ക് 2 മക്കളാണ്. അതിലെൻ്റെ ചെറിയ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവൾക്കൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസവിച്ച അന്ന് തന്നെ അവളെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അവിടെ ഞാൻ ചെന്ന് ഏതാണ്ടൊരു 10-18 ദിവസത്തോളം വല്ലാത്തൊരു ദുരനുഭവങ്ങളാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ മോളെ എനിക്ക് ആരോഗ്യത്തോടു കൂടി തിരിച്ചു തന്നു. അവളിപ്പോൾ വളരെ ആക്റ്റീവാണ്, ഓവർ ആക്റ്റീവാണ്. അങ്ങനെ ഒരു സമയത്ത് ആ ഒരു ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ ഒരുപാട് വിഷമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ സമയത്ത് അവിടെ മാതാവിൻ്റെ തിരുരൂപത്തിന് മുന്നിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, മെഴുകുതിരി കത്തിക്കുക, മോള് കിടക്കുന്ന കുട്ടികളുടെ ICUവിൻ്റെ മുമ്പിൽ പോയിരുന്ന് അവിടുത്തെ ബൈബിള് തുറന്നു നോക്കി ഞാനിങ്ങനെ വചനങ്ങൾ നോക്കും. എന്നിട്ടത് അവളെ കാണാൻ ICUവിൻ്റെ മുമ്പിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ കയറുന്നതിന് മുൻപ് അതിൽ ബൈബിളെടുത്ത് അതിലൊരു വചനം നോക്കി സമാധാനപ്പെട്ട് എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോവുക, കുട്ടിയെ കാണുക. നമുക്കൊരു 1-2 സെക്കൻഡേ കുഞ്ഞിനെ കാണാൻ അവർ സമ്മതിക്കുമായിരുന്നുള്ളൂ, ഒരു 8-10 ദിവസത്തോളം. അതിന് ശേഷമാണ് നമുക്കൊന്ന് എടുക്കാനും ഒന്ന് മടിയിൽ വെക്കാനൊക്കെ അവസരങ്ങളുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വേദനയൊക്കെ വലിയൊരു വിഷമം തന്നെ ആയിരുന്നു. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ അതിനെ തരണം ചെയ്ത് കടന്നു വന്നത് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഇതൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അതിനു മുൻപും എനിക്ക് യേശുദേവൻ എന്ന് പറയുന്ന ആ ഒരു ചരിത്ര പുരുഷനോട് വല്ലാത്തൊരു ആരാധനയും എനിക്കൊരു വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അതിനുശേഷം എനിക്കിങ്ങനെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നമ്മളവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെ കർത്താവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒക്കെ രൂപങ്ങളാണ് നമ്മൾ കാണുക. അപ്പോൾ എനിക്കിങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് അറിയണം കൂടുതലായിട്ടും. നമുക്കിങ്ങനെ എന്തൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ ഉള്ളൊരു അറിവുകൾ മാത്രമേ എനിക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ അടുത്താണ് എനിക്ക് KP കേശവൻ മേനോൻ്റെ ഈ യേശുദേവൻ എന്ന് പറയുന്ന ബുക്ക് എൻ്റെ കയ്യിലേക്ക് വന്നണയുന്നത്. ഇത് ധൃതിപ്പെട്ട് വായിക്കേണ്ട ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. വളരെ സമാധാനപ്പെട്ട് വളരെ സാവകാശത്തിൽ ഇത് വായിച്ച് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം അതിനുവേണ്ടി മാറ്റി വയ്ക്കപ്പെട്ടൊരു പുസ്തകമാണിത്. ഇതിൽ KP കേശവൻ മേനോൻ അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള യേശുവിനെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിൽ 1-2-3 ഏറിയൊരു 4-5 ചിത്രങ്ങൾ ഇതിലുള്ളൂ. പക്ഷേ ഇതിൽ ഓരോ പേജ്, ഓരോ വരികൾ, ഓരോ ഖണ്ഡികകൾ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് ആ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭയങ്കരമായി നമ്മളിങ്ങനെ വല്ലാത്തൊരു നമ്മൾ യേശുവിനൊപ്പം സഞ്ചരിക്കുക, അദ്ദേഹത്തിൻ്റെ തിക്താനുഭവങ്ങളിലൂടെ അദ്ദേഹം നേരിട്ട പീഡനം, അപമാനം, അദ്ദേഹത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെയും നമ്മളിങ്ങനെ ഒപ്പം കൈപിടിച്ച് നമ്മൾ സഞ്ചരിക്കുന്ന പോലൊരു ഫീലിംഗാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ ഇദ്ദേഹം KP കേശവൻ മേനോൻ ഓരോ അനുഭവങ്ങൾ, യേശുവിൻ്റെ ഓരോ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിലൊരു ഈ പത്രോസും കൂട്ടരും കടലിലൂടെ ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ വല്ലാതെ അവർ ഭയപ്പെട്ട് യേശുദേവനെ വിളിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല. ദൈവത്തിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടുന്നത് പോലെയുള്ള ഒരു വിഷമഘട്ടത്തിലൂടെ അവർ കൊടുങ്കാറ്റും പ്രളയവും ഉണ്ടായ ഒരു സമയത്ത് അപ്പോൾ ഇദ്ദേഹം യേശുദേവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രക്ഷിച്ചുകൊണ്ട് ശാന്തമായി കടലിനെ ശാന്തമാക്കി മറുകരയിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിൻ്റെ വിശ്വാസം ഇത്രയേ ഉള്ളൂ, ഇത്രമാത്രം വിശ്വാസം നിനക്ക് ദൈവത്തിലുള്ളൂ എന്ന് അദ്ദേഹം പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഒരു സമയത്ത് ഇത്ര കഷ്ടപ്പാടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ കാണുന്നില്ലേ എന്നൊരു തോന്നൽ വരില്ലേ? അതേ ഒരു തോന്നൽ തന്നെ KP കേശവൻ മേനോൻ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ ആ 2 വരികളൊന്ന് വായിക്കട്ടെ. യേശുവിൻ്റെ ശിഷ്യന്മാർക്കുണ്ടായ ഈ അനുഭവം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സാമാന്യമായി ഉണ്ടാകുന്നതാണ്. ചുറ്റും അന്ധകാരം നിറഞ്ഞ് കുഴപ്പങ്ങളുടെ മധ്യത്തിൽ പെടുമ്പോൾ നമ്മെ ദൈവം കൈവിടിഞ്ഞു എന്ന് നാം ഭയപ്പെടുന്നു. എന്നാൽ അത് ശരിയല്ല. ഏത് സമയത്തും പിതാവിൻ്റെ നോട്ടം നമ്മിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കാരുണ്യവും രക്ഷയും ആപത്ഘട്ടത്തിൽ നമ്മുടെ സമീപത്തെത്താതിരിക്കില്ല. ഏതൊരു അന്ധകാരം നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്രയും അന്ധകാരം നിറഞ്ഞൊരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഒരു തിരുനാളം നമുക്കെല്ലാവർക്കും ഉണ്ടാകും.